ഹായ്, ഇത് എൻ്റെ വീട്ടിൽ കഴിച്ച സാലഡ് വെള്ളരിയാണ്. ഈ സാലഡ് വെള്ളരിയിലാണ് ഇതാ മുള്ളുണ്ട്, കണ്ടോ? മുള്ള് കാണാം. ഇതൊക്കെ മുള്ളുകളാണ്. ഇതെന്നാൽ മഞ്ഞ നിറത്തിലിരിക്കുകയാണെങ്കിൽ ഇത് പഴുത്തതല്ല, പിഞ്ച് കണ്ട മുള്ളുകൾ പുറത്ത് പൊങ്ങിയിരിക്കുന്ന കണ്ട. ഇത് പഴുത്തതല്ല, പിഞ്ച് സാലഡ് വെള്ളരിക്കയാണ്. ഇതിലും നിറച്ചതാ മുള്ളുകളുണ്ട്. ഇതൊക്കെ മുള്ളുകളാണ്. ഇതെല്ലാം പിഞ്ചാണ്. അതാ പൂ കൊഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു സാലഡ് വെള്ളരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കടയിൽ നിന്നൊന്നും ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള സാലഡ് വെള്ളരിക്ക വാങ്ങിയിട്ടില്ല. പച്ചയും വെള്ള നിറത്തിലുള്ളതുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലത്തെ ഞാൻ 2 കായ ഇടയ്ക്ക് നമ്മൾ മുറിച്ച് നോക്കിയായിരുന്നു. പക്ഷെ അതെല്ലാം പിഞ്ച് തന്നെയാണ്. കഴിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് അടുത്ത് കായ്ച്ചതും ഇതാ മഞ്ഞ തന്നെയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി പുതിയ ഐറ്റം തന്നെയാണെന്ന് അറിഞ്ഞൂടാ. ഇത് ആഗ്രോ ബസാറിൽ നിന്ന് വാങ്ങിയ വിത്തായിരുന്നു. ഞാൻ ചെടിച്ചട്ടിയിലാണ് നട്ടത്. സാധാരണ കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയൊക്കെ, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ ചേർത്താണ് നട്ടതായിരുന്നേ. അല്ല, പ്രത്യേകിച്ച് വേറെ വിശേഷപ്പെട്ട വളമൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും ഇതാ മഞ്ഞയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ? ഇത് പുതിയ രീതിയിലുള്ളതാണ്. അതായത് മുറിച്ച് കാണിച്ചു തരാം. മുറിച്ചപ്പോൾ കണ്ട ഇതിനകം പഴുത്തതൊന്നുമല്ലാണ്, അല്ല പഴുത്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അതിൻ്റെ പുറം മഞ്ഞ നിറത്തിലാണ്. ഒരു പുതിയൊരു ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് കഴിക്കുന്നതിന് ഇതിന് വേറെ വ്യത്യസ്തമായ ടേസ്റ്റൊന്നുമില്ല. സാധാരണ സാലഡ് വെള്ളരിയുടെ ടേസ്റ്റ് തന്നെയാണ്. മുള്ളുകൊണ്ട് മഞ്ഞ നിറവുമാണ് ഇതിൻ്റെ പുറത്ത്. ഇന്ന് പറിച്ചതാണ്. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം നിങ്ങളാരും കണ്ടിട്ടില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ചാനലിലിട്ടത്, എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി. എൻ്റെ വീട്ടിൽ കൃഷി ചെയ്തതാണ്. ജൈവ വളത്തിലാണ് കൃഷി ചെയ്തത്. അതിലൊക്കെ നിറച്ച് മുള്ളുണ്ട്. ഇവിടെയെല്ലാം എല്ലാം കുഞ്ഞു കുഞ്ഞു മുള്ളുകളാണ്. നിറച്ച് മുള്ളുകളുണ്ട്. പുതിയൊരു ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിൽ ഇഷ്ടം പോലെ മുള്ളുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയുണ്ട്. ഇവിടെ ഇരിക്കുന്നു. എല്ലാം